എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ് അച്ചിങ്ങ മെഴുക്കുവരട്ടി. അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കാരണം അരിഞ്ഞെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു പച്ചക്കറിയാണ്. ബീൻസൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അച്ചിങ്ങ മെഴുക്കുവരട്ടിക്ക് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കെട്ട് അച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഇനി ഞാനിത് ഇരുമ്പ് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിലും തയ്യാറാക്കാം. എങ്കിലും ഇരുമ്പ് ചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഒരു പിടി കൊച്ചുള്ളി ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ വറ്റൽമുളക് നേരത്തെ ചേർക്കാൻ മറന്ന ടിപ്പിലാണ് നടുക്കോട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇത്രയും നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയറും സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. മെഴുക്ക് പുരട്ടാനായിട്ട് അച്ചിങ്ങ എപ്പോഴും ഇതുപോലെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, ചെറുതായിട്ടല്ല. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. പക്ഷേ നിങ്ങൾ ഇരുമ്പ് പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അടി ചേർത്ത് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അടിയിൽ എണ്ണ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അടിക്ക് ഇത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും മുകളിൽ നിന്ന് ആ ഉപ്പും താഴോട്ട് വീഴാനായിട്ട് മുകളിൽ മാത്രം ഒന്ന് ഇളക്കിയിട്ട് അത് അടച്ചു വെക്കും. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മെഴുക്ക് പുരട്ടിയും തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ഒരിക്കലും വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ച് നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതുപോലെ ഹോളില്ലാത്ത അടപ്പാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സൈഡ് മാറ്റി വെക്കണം, ആവി പോകാനായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതൊക്കെ പുതുതായിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുവാണ്. അറിയാവുന്നവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളത്തിൻ്റെ അവിയിലാണ് ഇത് കുക്കായിരിക്കുന്നത്. എക്സ്ട്രാ വെള്ളമൊന്നുമില്ല. നമ്മൾ ഇനിയിട്ട് ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളമയമെല്ലാം പോയി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനങ്ങ് ഒരുപാട് വഴറ്റാറില്ല, ഈ ഒരു പരുവത്തിനാണ് വഴറ്റിയെടുക്കാറ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാക്കൊത്തിൻ്റെയും കൊച്ചുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് വന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.